ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗഗൻ. നാച്ചുറൽ മൈലാഞ്ചി ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക്, എന്നാൽ മൈലാഞ്ചി ചെടി വീട്ടിലില്ലാത്തവർക്കും നാച്ചുറലായി രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ച് മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായത് 2 സ്റ്റീൽ പാത്രങ്ങളാണ്. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീലിലുള്ള ജഗ്ഗാണ്. ജഗ്ഗിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിരട്ട പൊട്ടിച്ച് ഇടുക, ചെറിയ കഷ്ണങ്ങളാക്കി. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചിരട്ടയും പഞ്ചസാരയും നന്നായി നിരത്തി ഇടുക. അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സോ കിണ്ണമോ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. സെൻറ്ററിലായിരിക്കണം വെക്കേണ്ടത്. ഇനി സ്റ്റൗ കത്തിച്ച് ആ സ്റ്റീൽ ജാർ വെച്ച് ഒരു 20 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. സ്റ്റീൽ പാത്രത്തിൻ്റെ വായ വേറൊരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കുക. 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചേക്കുക. 20 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തോ നമുക്കിനെ തുറന്ന് നോക്കാം. നാച്ചുറൽ മൈലാഞ്ചി കളറിൽ തന്നെ മൈലാഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ലിക്വിഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. കുറച്ചുകൂടി കളർ വരാൻ എഫക്റ്റീവായിട്ടുള്ള വേറൊരു മെത്തേഡുണ്ട്. ഒരു ചെറിയ പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ലിക്വിഡും 1 ടീസ്പൂൺ കുങ്കുമവും ഒരേപോലെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും 1 ടീസ്പൂൺ കുങ്കുമം തന്നെ വേണം എന്നില്ല, കുറച്ച് കുങ്കുമം മതി. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബഡ്സോ ഈർക്കിലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കത് കയ്യിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളർ വരും. ആ കുങ്കുമത്തിൻ്റെയും അതിൻ്റെയും കൂടി ഒരു നല്ല കളർ, റെഡ് കളർ വരും. ഡാർക്ക് കുങ്കുമമാണെങ്കിൽ അത്രയും നല്ലത്. ഇതെനിക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള കുങ്കുമമാണ് കിട്ടിയത്. ഡാർക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ട് വരും. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റേതായിട്ടൊരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. വെറുതെ ഒന്ന് ജസ്റ്റ് റൗണ്ട് വരച്ചിട്ടുള്ള ഡിസൈനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ ഇടണമെന്നില്ല. ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് അപ്പം തന്നെ വാഷ് ചെയ്യാം. ഞാനൊരു 5 മിനിറ്റ് പോലും ഇട്ടില്ല ശരിക്കും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെന്ന അല്ലെങ്കിൽ മെഹന്തി കയ്യിലിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും, 3-4 ദിവസം വേണ്ട, പിറ്റേ ദിവസം തന്നെ അത് ഇളകി തുടങ്ങും. ഇതൊരു മാക്സിമം അല്ല, ഒരു മിനിമം 10 ഡേയ്സ് കിടക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് ഇളകി തുടങ്ങത്തുള്ളൂ. നല്ല കളറും ആയിരിക്കും, കാണാനും നല്ല ഭംഗിയാണ്. ഇനി വാഷ് ചെയ്തിട്ടുള്ളത് കാണാം. നല്ല കളർ വന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ വാഷ് ചെയ്തിട്ടുള്ള കളറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു 12 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും കളർ നന്നായിട്ട് കൂടും, നല്ല കളറായിട്ട് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്